ഹരേ കൃഷ്ണ. ഒരു ചെറിയൊരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക. ഗുരുവായൂരിൽ തൃപ്പുക കഴിഞ്ഞിട്ടുള്ള നെയ്യ് കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. ഭഗവാൻ ശിവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളി 3 പ്രദക്ഷിണം വെച്ച് തിരിച്ച് ശ്രീലകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ കൊടിമരത്തിനടുത്ത് ആ തൃപ്പുകയുടെ നെയ്യ് എല്ലാവർക്കും കൊടുക്കും. അത് നമ്മൾ എല്ലാവരും വാങ്ങി കഴിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ദേവസ്വം അതായത് മുമ്പ് നെയ്യ് കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് മാറ്റി ഇപ്പോൾ പുതിയൊരു സ്ഥലത്തു നിന്നാണ് ആ നെയ്യ് കൊടുക്കുന്നത്. അത് എവിടെയാണ് എന്ന് പല ആളുകൾക്കും അറിയാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നെയ്യ് കൊടുക്കുന്നത് നമ്മുടെ തുലാഭാരത്തിന് നമ്മൾ ക്യൂ നിൽക്കുന്ന, അതായത് ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ തുലാഭാരത്തിന് ക്യൂ നിൽക്കുന്ന അവിടെയാണ് തൃപ്പുക കഴിഞ്ഞിട്ടുള്ള നെയ്യ് കൊടുക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇന്നലെ ഞാൻ ഗുരുവായൂരിൽ പോയിരുന്നു. ആ സമയത്ത് ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ, സാധാരണ നമ്മൾ ആ കൊടിമരത്തിനടുത്താണല്ലോ നിൽക്കുക, ശിവേലി കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളിയപ്പോൾ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ അവിടെ ക്യൂ നിന്നു. പക്ഷെ അവസാന നിമിഷമാണ് അറിയുന്നത് അവിടെ അല്ല, നമ്മുടെ ഈ തുലാഭാരം നടത്തുന്ന അവിടേക്കാണ് മാറ്റിയെന്നുള്ളത് അവസാനമാണ് അറിയുന്നത്. പക്ഷെ അത്രയും നേരം ഞങ്ങൾ അവിടെ വെറുതെ നിന്നു എന്നുള്ളതാണ്. തിരിച്ച് ഞങ്ങൾ ഇവിടെ പോയപ്പോഴേക്കും അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു, നിൽക്കാൻ പറ്റാത്ത അത്രയും ക്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് പല ആളുകളും അറിയാത്തൊരു കാര്യമാണ്. എല്ലാ മാസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളുകളൊക്കെ പഴയ ഓർമ്മയിൽ ആ കൊടിമരത്തിനടുത്ത് പോയിട്ട് ക്യൂ നിൽക്കും. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക. ഇനി തൃപ്പുകയുടെ നെയ്യ് നമ്മുടെ തുലാഭാരത്തിന് നമ്മൾ ക്യൂ നിൽക്കുന്ന അവിടെയാണ് കൊടുക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി തൃപ്പുകയുടെ നെയ്യ് കിട്ടാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ഗുരുവായൂരിൽ നിങ്ങൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആ നെയ്യ് കിട്ടാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ തരട്ടെ. പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പ, ഭഗവാനെ നാരായണ, എല്ലാവരെയും രക്ഷിക്കണേ ഭഗവാനെ നാരായണ.